ഹലോ, എന്തൊക്കെയുണ്ട്? ഞങ്ങൾ ഇന്ന് കമ്പം വരെ പോവാം. അമ്മയ്ക്ക് ആക്സിഡന്റ് ആയിട്ട് കൈക്ക് പൊട്ടലുണ്ടായിരുന്നു. അപ്പം അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം അവിടെ എന്തോ മൂപ്പനോ വൈദ്യനോ എന്തോ ഒറ്റമൂലി ട്രീറ്റ്മെന്റ് ഉണ്ട്, മുളയൊക്കെ വെച്ച് കിട്ടുന്ന ഒരു പരിപാടി. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അവര് മൊത്തം 90 ദിവസത്തെ ടൈം അമ്മയ്ക്ക് കൊടുത്തേക്കുന്നത്. അതിൽ 5 വട്ടം നമ്മൾ ഡയറക്റ്റ് പോയി കാണണം, മരുന്നൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇത് ഞങ്ങളുടെ 4ാമത്തെ പോക്കാം. വീട്ടിൽ വെറുതെ അടയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതൊരു ട്രിപ്പ് മോഡാ. ഞങ്ങൾക്കല്ല, എനിക്ക്. അതിൻ്റെ ഇടയ്ക്ക് രാവിലത്തെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞു. ഈ വട്ടം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങി. ഒരു 6:30 ഇറങ്ങി, ഒരു 10:30 ആയപ്പം സുരുളിയിലെത്തി. ഇതാണ് സുരുളിയപ്പന്റെ തിരുമൽ കേന്ദ്രം. ആ മുഖത്ത് സന്തോഷം കണ്ടോ? ഫസ്റ്റ് ടൈം പോയപ്പം ഒരുമാതിരി സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാത്ത പിള്ളേരെ വലിച്ചോണ്ട് പോകുന്നതല്ല കൊണ്ടുപോയത്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് അമ്മയുടെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു. പുതിയ മരുന്ന് വെച്ചിട്ട് മുളയെ തടി വെച്ചൊക്കെ കെട്ടി, എന്നിട്ട് അവിടെ നിന്ന് അപ്പാപ്പിക്കുള്ള തൈലവും വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിന് തൊട്ടടുത്തൊരു ടീ ഷോപ്പ് ഉണ്ട്. അവിടെ കയറിയിട്ട് നല്ല ചൂട് ചായയും നല്ല മൊരിഞ്ഞൊഴിയുന്ന വടയും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ ജിയോയുടെ പമ്പിൽ കയറിയപ്പോൾ അതിന്റെ പുറകിലുള്ള ഒരു കഫേ കയറി. അപ്പൊ നിങ്ങൾ വിചാരിക്കും തിന്നാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓ, അതെങ്കിലും അങ്ങ് നടക്കട്ടെ, എത്ര നേരം മിണ്ടാതിരിക്കും. നല്ല രുചിയാണ്, തൊട്ട് കളിക്കരുത്. അവൻ ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഒരു മുന്തിരിത്തോട്ടത്തിലും കയറി അവിടെ കുറച്ചു നേരം കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് അവിടെ നിന്ന് കുറച്ച് മുന്തിരിങ്ങയെ മേടിച്ച് അടുത്ത് ഞങ്ങളുടെ സ്റ്റോപ്പ് പട്ടുമുടി എന്ന് പറയുന്ന ഒരു തേയിലപ്പൊടിയൊക്കെ കിട്ടുന്ന ഷോപ്പ്. അവിടെ കയറി ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് അവിടെ നിന്ന് വാങ്ങിക്കും. ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ സാധനം കിട്ടും. അടുത്ത് ഞങ്ങൾ പീരുമേട് വാട്ടർഫോൾസിന്റെ അവിടെ നിർത്താന്നാ വിചാരിച്ചു. അവിടെ എത്താറായപ്പോൾ ഒടുക്കത്തെ മഴ. പിന്നെ അവിടെ നിന്ന് വരുന്ന വഴിക്ക് രാവിലെ കയറി അതേ കടയിൽ കയറി ചായയും കടിയും കഴിച്ചു. പിന്നെ ഞങ്ങൾ എവിടെയും നിർത്തിയില്ല, നേരെ വീട്ടിൽ പോയിരുന്നു. അപ്പൊ അത്രയ്ക്കുള്ളൂ. Bye.